എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ഒരു വർഷമായിരുന്നു 2025. ആ വർഷത്തിലാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആ ഒരു ടൈമിൽ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് 2 വർഷം പഠിത്തം അതുപോലെ 1 വർഷം ട്രെയിനിങ്ങും കഴിഞ്ഞതിന് ശേഷം CA എന്ന് പറഞ്ഞ കരിയർ മൊത്തത്തിൽ ഒഴിവാക്കാൻ തീരുമാനിച്ചത്. ആ ഒരു ടൈമിൽ എൻ്റെ മുമ്പിൽ വേറെ കരിയർ പാത്തോ ഓപ്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല, വേറെ ഇൻകം സോഴ്സോ ഒന്നുമില്ല. ഞാൻ വീട്ടിലാണ്. എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് എന്താ വെച്ചാൽ ഒരു iPhone 13 പിന്നെ ഇൻസ്റ്റഗ്രാമിൽ കുറച്ച് ഫോളോവേഴ്സും. അതിന് ശേഷമാണ് ഞാൻ കോണ്ടൻറ് ക്രിയേഷൻ സീരിയസ് ആയിട്ട് എടുക്കുന്നത്. ഞാനൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ യൂട്യൂബിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയതും. പിന്നീട് ഞാൻ എന്ത് ചെയ്ത് ഒരു DIY ലൈറ്റ് വീട്ടിൽ തെർമോക്കോളൊക്കെ വെച്ചാണ്ട് ഹോം മെയ്ഡ് ആയിട്ട് ഒരു ലൈറ്റും ഉണ്ടാക്കി, ഒരു മെയിൻ ലൈറ്റ്. അതുപോലെ തന്നെ ഒരു ലോ കോസ്റ്റ് ഒരു 1000-1500 രൂപേൻ്റെ എങ്ങാണ്ട് ഒരു മൈക്കും വാങ്ങിയിട്ട് 2 ബ്രിക്ക് ലൈറ്റ് ഉണ്ടായിരുന്നു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട് വാങ്ങിയ ചെറിയ 200 രൂപേൻ്റെ 300 രൂപേൻ്റെ എന്തോ LED മൾട്ടി കളറിലുള്ള അതൊക്കെ വെച്ചിട്ട് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു ടൈമിൽ ഞാൻ ഡെയിലി വീഡിയോ ഉണ്ടാക്കുമായിരുന്നു. കേൾക്കണം, ഡെയിലി ഉണ്ടാക്കുമെന്ന് പറയുമ്പോൾ ഷോർട്സ് അല്ല, ഡെയിലി യൂട്യൂബിൽ ലോങ് ഫോം വീഡിയോ ഇട്ടിരുന്നു. അതുകൂടാതെ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ വർക്കൗട്ട് ആണെന്നുണ്ടെങ്കിലും സ്ലീപ്പ് ആണെന്നുണ്ടെങ്കിലും കുഴപ്പമില്ലാതെ മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അങ്ങനെ ഭാഗ്യം കൊണ്ടാണോന്ന് അറിയില്ല, വർക്ക് എത്തിക്കൊണ്ടാണോന്ന് അറിയില്ല, ആ ഒരു യൂട്യൂബ് ചാനൽ ഏകദേശം 1 മാസം കൊണ്ട് തന്നെ മോണിറ്റൈസ് ആയി. ഏകദേശം ആ ഒരു ടൈം കൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു ഒരു 1-1.5 മാസം കൊണ്ട് തന്നെ നമ്മൾ 10,000 സബ്സ്ക്രൈബേഴ്സിൽ എത്തി, 0-ന്ന്. പിന്നീട് ഏകദേശം ഒരു അടുത്ത 7-8 മാസം കൊണ്ട് തന്നെ നമ്മളൊരു 50,000 സബ്സ്ക്രൈബേഴ്സിലെത്തി. പിന്നെ അതിൻ്റെ ശേഷം സംഭവിച്ചത് എന്താ വെച്ചാൽ ഒരു ഡൗൺഫോൾ ആയിരുന്നു. എക്സാക്ട്ലി അവിടെ നിന്ന് സ്റ്റക്ക് ആയിക്കല്ല, പക്ഷെ ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്ന ആ ഒരു ഗ്രോത്ത് ഉണ്ടല്ലോ, അത്രയും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്താൽ ആ ഗ്രോത്ത് പിന്നെ കിട്ടിയിട്ടില്ല. അതിന് ശേഷമാണ് ഞാൻ ഔട്ട്ലേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് 2 വട്ടം കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ നോക്കി, എന്നിട്ട് പാളി, എന്താ പറയുക, കുറേ ഫെയിലായി. ഞാൻ ഔട്ട്ലേഴ്സ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തു ഫോർ മെൻ ഹു വാണ്ട് ടു ബിക്കം ദ ബെസ്റ്റ് വേർഷൻ ഓഫ് ദംസെൽഫ്. അത് ഫിനാൻഷ്യലി ആയിക്കോട്ടെ, മെൻ്റലി ആയിക്കോട്ടെ, ഫിസിക്കലി ആയിക്കോട്ടെ, ആ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റോട് കൂടി വരുന്ന ആൾക്കാരുണ്ടാവില്ല നമ്മുടെ ഓഡിയൻസിലുള്ള. അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യുകയും പിന്നെ ആ കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കോണ്ടന്റിന് കുറേ ഫോക്കസ് അങ്ങോട്ട് പോയി. അപ്പോൾ വീണ്ടും കോണ്ടന്റ് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു പണ്ടുണ്ടായിരുന്ന ആ ഒരു ലെവൽ ഓഫ് ഗ്രോത്ത് പിന്നീട് ഇല്ലേനു. അതിന് വൺ ഓഫ് ദി മെയിൻ കാരണം എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ലൈഫ് കൂടുതൽ കംഫർട്ടബിൾ ആയി എന്നുള്ളത് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ CA ഡ്രോപ്പ് ചെയ്ത ടൈമിൽ എൻ്റെ അടുത്ത് വേറെ ഓപ്ഷൻസോ കാര്യങ്ങളൊന്നുമില്ല. ഞാനവിടെ പണിയെടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തത്തിൽ പാളും. ഞാനവിടെ ലോക്കിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒന്നുമില്ല മുമ്പിൽ. ഞാൻ എല്ലാം അത്രയും കഷ്ടപ്പെട്ട സംഭവങ്ങളൊക്കെ ഇട്ടെറിഞ്ഞ് പോകുന്നു. പെരക്കാരുടെ മുമ്പിലൊക്കെ അങ്ങനെ കുടുംബക്കാരുടെ മുമ്പിലൊക്കെ എല്ലാം ഒഴിവാക്കി പോകുന്നൊരു ചങ്ങയാണ്. ഇനി എനിക്ക് ഇവിടെ ഉള്ള ആകെ ഒരു പിടിവള്ളി, ആ ഒരു സംഭവം എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ എനിക്ക് സ്ലാക്ക് ചെയ്യാൻ പറ്റില്ല. അവിടെ ഞാൻ മൊത്തം ഹാർഡ് വർക്ക് ഇടണം. ആ രീതി തന്നെയാണ് ഞാൻ അന്ന് കോണ്ടന്റ് ക്രിയേഷനെ കണ്ടത്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ആ ഒരു ഗ്രോത്ത് വന്നത്. പക്ഷേ പിന്നീട് കുറച്ച് ഇൻകം കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയപ്പോൾ ഭയങ്കര പൈസക്കാരനായി എന്നല്ല പറയുന്നത്, പക്ഷേ നമ്മൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് ലൈഫിൽ എക്സ്പെൻസും കാര്യങ്ങളൊക്കെ സ്വന്തം മീറ്റ് ചെയ്യാൻ തുടങ്ങുന്ന ലെവലിലേക്ക് എത്തിയപ്പോൾ ആ ഒരു പഴയ ഫയർ എവിടെ നഷ്ടപ്പെട്ടു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് ആ ഒരു ഫസ്റ്റത്തെ കുറച്ച് മാസങ്ങൾ CA കിട്ടിയതിൻ്റെ ശേഷം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ. അന്ന് ഞാൻ പറഞ്ഞല്ലോ ഡെയിലി ലോങ് ഫോം വീഡിയോ ഇട്ടിരുന്നു എന്നുള്ളത്. അന്ന് ഞാൻ ഏകദേശം ഒരു 4 മണിക്കോ 5 മണിക്കോ വരെ എണീക്കുന്നുണ്ടാവുക. അന്ന് എൻ്റെ ഉള്ളിൽ എപ്പോഴും ആ ഒരു ഫയർ, അതിൻ്റെ അർജൻസി ഉണ്ടായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് എന്നല്ലാതെ എനിക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഫാമിലി എണീക്കുന്നതിന് മുമ്പ് ഞാൻ എണീക്കും, എന്നിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യും, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, സ്ക്രിപ്റ്റ് ചെയ്യും. അന്ന് ലാസ്റ്റത്തെ ഒരു മന്ത് ഞാൻ ഓഫീസിൽ പോവുകയും ചെയ്തിരുന്നു. അതിൻ്റെ കൂടെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ എന്താ പറയുക സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഫസ്റ്റ് മന്തിൽ. കാരണം എന്താ വെച്ചാൽ അവിടെ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് ആ വർക്ക് വേറെ ആൾക്ക് എന്ത് ചെയ്യണം, ഡെലിഗേറ്റ് ചെയ്യണം. അപ്പോൾ അവർക്ക് പഠിപ്പിച്ച് കൊടുക്കാൻ കുറച്ച് ടൈമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു മാസം ഞാൻ യൂട്യൂബ് ചാനലിൽ ഈ വീഡിയോ എടുക്കും, എന്നിട്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യും, എഡിറ്റ് ചെയ്യും, എന്നിട്ട് പിന്നെ ഞാൻ ഓഫീസിൽ പോകും, എന്നിട്ട് അവിടെ നിന്ന് ഞാൻ മെല്ലെ അടി കൂടെ സ്ക്രിപ്റ്റ് ചെയ്യും, എന്നിട്ട് അടുത്ത വീഡിയോ സെറ്റാക്കും, അടുത്ത വീഡിയോക്കുള്ളത്, എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും ഷൂട്ട് ചെയ്യും ഫാമിലി എണീക്കുന്നതിന് മുമ്പ്. എന്നിട്ട് ഇതേ പ്രോസസ്സിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 100 വീഡിയോകളോ ഏകദേശം ഒരു 3 മാസത്തിൽ കൂടുതൽ ഞാൻ ഈ രീതിയിൽ പോയിരുന്നു. ആ എന്നെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റീസെൻ്റ് ആയിട്ടാണ് അന്ന് 4 മണിക്കോ 5 മണിക്കൊക്കെ എണീറ്റിരുന്ന ഹിഷാം ഇപ്പോൾ ഒരു 6 മണിക്കും അല്ലെങ്കിൽ 7 മണി ചിലപ്പോൾ 8 മണിയാവുണ്ട് എണീക്കാനും. അന്നുണ്ടായിരുന്ന ആ ലോക്ക്ഡ് ഇൻ ആയിട്ടുള്ള ആ ഒരു മൈൻഡ് സെറ്റുള്ള പക്ക ഫോക്കസ്ഡ് ആയിട്ടുള്ള ആ ഒരു ഹിഷാമിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട്. ലൈഫ് മൊത്തത്തിൽ എന്താ പറയുക ഒരു ക്ലാരിറ്റി ഇല്ലാതെ കുറച്ചുകൂടി മെസ്സി ആവുന്നു. ആ ഒരു റൂട്ടീന് കാര്യം മെസ്ഡപ്പ് ആയതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങളൊന്നും ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ മൊത്തത്തിൽ എന്താ പറയുക അന്നത്തെ ആ ഒരു ലോക്ക്ഡ് ഇൻ വേർഷൻ പിന്നെ ഇങ്ങനെ ടൈം കഴിയുന്നതനുസരിച്ച് കൂടുതൽ ഇങ്ങനെ കംഫർട്ടബിളായി ഒരു നോർമൽ ലൈഫിലേക്ക് ഇങ്ങനെ പോകാൻ തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ സംഭവം എൻ്റെ ഔട്ട്പുട്ടിലും ക്ലിയർലി വിസിബിളാണ് ഗ്രോത്തിൽ. ആ ഒരു സംഭവം ഞാൻ തന്നെ മനസ്സിലാക്കി, ഞാൻ തന്നെ എന്നെ പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ വെറുതെ എക്സ്ക്യൂസ് ഉണ്ടാക്കുകയാണ്, എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്, അല്ലെങ്കിൽ ആ പ്രശ്നം കൊണ്ടാണ്, ഈ പ്രശ്നം കൊണ്ടാണ്, പ്രശ്നം കൊണ്ടാണ്, അല്ലെങ്കിൽ യൂട്യൂബിൽ മൊത്തത്തിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ഡൗൺ ടൈമാണ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യാണ്, എക്സ്ക്യൂസ് ഉണ്ടാക്കുക എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി. അതിനുള്ള റെസ്പോൺസിബിലിറ്റി ഞാൻ എടുക്കുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ തന്നെ പറയണത് ലൈഫ് കൂടുതൽ കംഫർട്ടബിളായി. എൻ്റെ ലൈഫിൽ ഡിസിപ്ലിൻ ഇല്ല അല്ലെങ്കിൽ ഓർഡർ ഇല്ലാത്ത പ്രശ്നം ഞാൻ വേറെയുള്ള ആൾക്കാരോ അല്ലെങ്കിൽ വേറെയുള്ള സിറ്റുവേഷനോ ബ്ലെയിം ചെയ്താണ്ട് മെല്ലെ അതിന് എന്ത് ചെയ്യാണ്, എനിക്ക് തന്നെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വെറുതെ പറയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ ഇടുന്നതിന് മുമ്പേ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടത് എനിക്ക് ആ ഒരു പഴയ ഇന്നെ ഏറ്റവും കൂടുതൽ ഗ്രോത്തിന് വേണ്ടി സഹായിച്ചത് എൻ്റെ ഡിസിപ്ലിനും റൂട്ടീനുമാണ്.
അപ്പം ഞാൻ എന്ത് ചെയ്യാണ്, ആ ഒരു റൂട്ടീനിലേക്ക് തിരിച്ചു പോകാൻ പോവുകയാണ് എന്ന് പറഞ്ഞാൽ ഞാനൊരു പബ്ലിക് ചലഞ്ച് എന്നുള്ള രീതിയിൽ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു. അതിൻ്റെ ശേഷമാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. അപ്പോൾ യൂട്യൂബിൽ ഒരു പബ്ലിക് രീതിയിൽ പറയുകയാണ്. അപ്പോൾ ഞാൻ ലൈഫ് ഒന്നുകൂടി ഓർഡർ ആക്കാൻ പോവാണ്, ഒന്നുകൂടി ട്രാക്കിലേക്ക് കയറാൻ പോവാണ്, ലോക്കിൻ ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് എന്ത് ചെയ്യുക, ഞാൻ എന്തൊക്കെയാണ് റൂൾസ് ഫോളോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു ലോക്കിൻ ചെയ്യുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണത്. ഹോപ്പ് ഇറ്റ് ഹെൽപ്സ് യു ഗൈസ്. സോ ലെറ്റ്സ് ഗോ. ദ റൂൾസ് ഐ ആക്ച്വലി ഫോളോ ടു ലോക്ക് ഇൻ. റൂൾ നമ്പർ 1, set goals, then decide the action plan to achieve those goals, then build a system using the actions and integrate those system into a routine. ഇതെന്താ സംഭവം എന്നുള്ളത് ഞാൻ സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തുതരാം. എല്ലാവരും നമ്മളോട് പറയും എന്ത്, അല്ലെങ്കിൽ എല്ലാ വീഡിയോസിലും നമ്മൾ കാണും, നിങ്ങൾക്ക് ലൈഫിലൊരു ഗോൾ വേണം, നിങ്ങൾക്കൊരു ഗോൾ വേണം എന്നൊക്കെ. പക്ഷേ ഈ ഗോൾ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു സ്റ്റെപ്പ് മാത്രമാണ്. ഇനി അവിടുന്ന് കുറേ സംഭവങ്ങളുണ്ട്. അതിനാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആക്ഷൻസ്, അതുപോലെ റുട്ടീൻ, സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. ഫസ്റ്റിന് ഞാൻ പറയാമെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിലുള്ള എന്താണ് ഇപ്പോൾ പ്രയോറിറ്റി എന്നുള്ളത് തീരുമാനിക്കാം. ഇപ്പോൾ നമ്മുടെ ലൈഫിൽ നമുക്ക് പല സംഭവങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവും. ഓക്കെ, പല ഏരിയാസുകൾ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടാവും. അതൊക്കെ അവിടെ കട്ടെ. അതായത് ഹെൽത്ത് ഉണ്ടാവാം, വെൽത്ത് ഉണ്ടാവാം, റിലേഷൻഷിപ്പ് ഉണ്ടാവാം, അല്ലെങ്കിൽ സോഷ്യൽ സ്കിൽസ് ഉണ്ടാവാം, അല്ലെങ്കിൽ മെൻ്റൽ ഹെൽത്ത് ഉണ്ടാവാം. അങ്ങനെ നമുക്ക് പല ഏരിയാസ് ഉണ്ടാവും ഇമ്പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഈ ഏരിയയിൽ ഏതാണ് പ്രയോറിറ്റി ഇപ്പോൾ എന്നുള്ളതാണ് ആദ്യം തീരുമാനിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും ഒരേ സമയം എല്ലാത്തിലും ഫോക്കസ് ചെയ്യുക, എല്ലാം മുമ്പ് എത്തണം എന്നുള്ള രീതിയിൽ നോക്കി കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളെ എനർജി എന്ത് ചെയ്യാണ്, ഓരോ സംഭവങ്ങളും സ്പ്ലിറ്റ് ചെയ്യണം. അപ്പോൾ എങ്ങനെയാണ് ശരിക്കും ആക്ച്വലി ഞാൻ ഫോളോ ചെയ്യുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സംഭവത്തിനെ മെയിൻ പ്രയോറിറ്റി ആക്കി എടുക്കും, ബാക്കിയുള്ള എല്ലാം ഒരു മെയിൻ്റനൻസ് ലെവലിൽ കീപ്പ് ചെയ്യുള്ളൂ. പ്രയോറിറ്റി അല്ല, മെയിൻ്റനൻസ് ലെവലിൽ. നമുക്ക് എന്തായാലും ഒരു ദിവസം കുറേ ടൈം ഉണ്ടാവുമല്ലോ, അപ്പോൾ ബാക്കിയുള്ളതൊക്കെ മെയിൻ്റനൻസ് ലെവലിലായിരിക്കും. അത് ഈ മെയിൻ പ്രയോറിറ്റിനെ കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന രീതിയിലേക്കാരും കീപ്പ് ചെയ്യേണ്ടാവുക. ഫോർ എക്സാമ്പിൾ, എൻ്റെ മെയിൻ പ്രയോറിറ്റി ഹെൽത്ത് ആണെന്നുണ്ടെങ്കിൽ, ഫിറ്റ്നസ് ആണെന്നുണ്ടെങ്കിൽ, വേറെ എന്തുണ്ടെങ്കിലും ആ ടൈമിൽ ഞാൻ എന്ത് ചെയ്യും, സാക്രിഫൈസ് ചെയ്തിട്ട് ഫിറ്റ്നസ്സിനായിരിക്കും ആ ടൈം കൊടുക്കേണ്ടത്. അതായത് ഇപ്പോൾ ഒരു ഈവനിങ് ആണ് ഞാൻ വർക്കൗട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ആ വർക്കൗട്ട് സാക്രിഫൈസ് ചെയ്യാതെ, ഇപ്പോൾ എന്ത് ഇവൻറ്റ്സ് വന്നാലോ, അല്ലെങ്കിൽ ആ ടൈമിൽ എന്തെങ്കിലും കോളോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിലോ, അല്ലെങ്കിൽ അർജൻറ്റ് മീറ്റിംഗ് ഉണ്ടെങ്കിലൊക്കെ ബാക്കിയെല്ലാം ഒഴിവാക്കിയിട്ട് എൻ്റെ മെയിൻ പ്രയോറിറ്റിക്ക് ഞാൻ ഫോക്കസ് കൊടുക്കേണ്ടത് ഫിറ്റ്നസ്സിന്. ഇനി അതേസമയം എൻ്റെ മെയിൻ പ്രയോറിറ്റി സോഷ്യൽ സ്കിൽസ് ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എനിക്ക് വേറെ എന്തുണ്ടെങ്കിലും ആ സംഭവമൊക്കെ ഒഴിവാക്കിയിട്ട് എനിക്ക് എന്ത് ചെയ്യേണ്ടി വരും, ഫംഗ്ഷൻസിനോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യേണ്ടി വരും. കാരണം അതാണ് എൻ്റെ പ്രയോറിറ്റി. അപ്പോൾ അതുകൊണ്ടാണ് ഫസ്റ്റ് ഒന്നിനെ പ്രയോറിറ്റി ആക്കാൻ പറഞ്ഞത്, ബാക്കിയെല്ലാം മെയിൻ്റനൻസ് ലെവലിൽ. ഇനി അതിൻ്റെ ശേഷമാണ് ആ പ്രയോറിറ്റി ആക്കി വെച്ചതിന് മേജർ വെയിറ്റേജ് കൊടുത്തിട്ട് ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ, നമ്മൾ ലൈഫിലുള്ള ഗോൾസ് സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഏതുമായി റിലേറ്റഡ് ആയിരിക്കും, നമ്മൾ എന്ത് ഏരിയനാണോ പ്രയോറിറ്റി ആക്കി വെച്ചത് ആ ഏരിയയുമായി റിലേറ്റ് ആയതായിരിക്കും. ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പാണ് എന്ത്, ഈ സെറ്റ് ചെയ്ത ഗോൾസിലേക്ക് എത്തിക്കുന്ന ആക്ഷൻസ് എന്താണെന്നുള്ളത് കണ്ടുപിടിക്കൽ. അപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ വഴി പറഞ്ഞു തരാണെന്നുണ്ടെങ്കിൽ, ഞാൻ മൊത്തത്തിൽ ഫുൾ പറഞ്ഞു തന്നിട്ട് എന്ത് ചെയ്യുക, ഒരു ഫിറ്റ്നസിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചാണ് പറഞ്ഞുതരാം. ഓക്കെ, ഈ ആക്ഷൻസ് നമ്മൾ തീരുമാനിച്ചു വിചാരിച്ചോ. ഇനി ഈ ആക്ഷൻസ് തീരുമാനിച്ചിട്ടാണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ആക്ഷൻസ് ഉപയോഗിച്ച് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യേണ്ടത്. അങ്ങനെ ആ സിസ്റ്റം ബിൽഡ് ചെയ്തിട്ടാണ് പിന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ സിസ്റ്റം നമ്മളെ റൂട്ടീനിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. ഇതൊരു എക്സാമ്പിളോടെ പറഞ്ഞാൽ അപ്പോൾ മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ഒരു ഏരിയ പ്രയോറിറ്റി ആക്കി എടുക്കുക, അവിടെ ഗോൾ സെറ്റ് ചെയ്യുക, then അതിൻ്റെ ആക്ഷൻസ് തീരുമാനിക്കുക, എന്നിട്ട് സിസ്റ്റം ബിൽഡ് ചെയ്യുക, എന്നിട്ട് അതിനെ റൂട്ടീനിക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ ഹെൽത്താണ് നമ്മളെ ഗോൾ എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹെൽത്ത് എന്ന് പറഞ്ഞ ഏരിയയാണ് നമ്മൾ പ്രയോറിറ്റി ആക്കി എടുത്തതെന്നുണ്ടെങ്കിൽ, അതിലെൻ്റെ ഗോൾ എന്ന് പറയുന്നത് ഞാനൊരു 65 kg ഉള്ള ഒരാളാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു 3 മാസം കൊണ്ട് എനിക്കൊരു 70 kg എത്തണം. പക്ഷേ അവിടെ എന്താണ്, എനിക്ക് തടിക്കല്ല വേണ്ടത്, ജസ്റ്റ് തടിക്കല്ല, പക്ഷേ എനിക്ക് മസിൽ മാസും ബിൽഡ് ചെയ്യണം, അതുപോലെ ബോഡി ഒന്ന് ടോണ്ട്, ഒരു ഷേപ്പുള്ള ബോഡി ആക്കണം. അതായത് ഒരു 5 kg അരച്ച് കൂടണം എന്നർത്ഥം, ലീൻ ബോഡി മാസ്. അപ്പോൾ അതാണ് എന്ത്, ഗോള്. ഇനി ആ ഗോളിനുള്ള നമ്മൾ പ്രയോറിറ്റി പറഞ്ഞു, ഗോളും പറഞ്ഞു, അതിനുള്ള ആക്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇപ്പോൾ നമ്മൾ ആൾക്കാരോട് ചോദിക്കുക, അല്ലെങ്കിൽ നമ്മൾ യൂട്യൂബിൽ നിന്ന് ഒറ്റയ്ക്ക് പഠിക്കുക, എങ്ങനെയാണെന്നുണ്ടെങ്കിലും അതിലേക്കുള്ള ആക്ഷൻസ് എന്തായിരിക്കും, മെയിനായിട്ട് റെസിസ്റ്റൻസ് ട്രെയിനിങ് ആയിരിക്കും. അതായത് ജിമ്മിൽ പോയി ലിഫ്റ്റ് ചെയ്യേണ്ടി വരും, എന്നാലേ മസിൽ ബിൽഡ് ആവുള്ളൂ, അതുണ്ടാവും. അതുപോലെ കുറച്ചൊരു കാലറി സർപ്ലസ് വെക്കേണ്ടി വരും, 200-300 കാലറീസ് സർപ്ലസ് വെക്കേണ്ടി വരും. പിന്നെ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത്യാവശ്യം ഉറക്കം കൊടുക്കേണ്ടി വരും. പിന്നെ നമ്മൾ ഒരു 120 ഗ്രാം അല്ലെങ്കിൽ 130 ഗ്രാമൊക്കെ പ്രോട്ടീൻ കഴിക്കേണ്ടി വരും, ചിലപ്പോൾ അതിൻ്റെ മോൾക്കും പ്രോട്ടീൻ കഴിക്കേണ്ടി വരും ഡെയിലി. അപ്പോൾ ഇതാണ് അതിലേക്കുള്ള ആക്ഷൻസ്. ഇനി ഇത് വെച്ചാണ്ട് ഒരു സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ജിമ്മിലുള്ള സിസ്റ്റംസ് ആണ്, അല്ലെങ്കിൽ വർക്കൗട്ടിൻ്റെ സിസ്റ്റംസ് ആണ്, എന്താ പറയുക, വർക്കൗട്ടിൻ്റെ കേട്ടോ, പുഷ് പുൾ ലെഗ്സ് അതൊന്ന്, അല്ലാന്നുണ്ടെങ്കിൽ ചെസ്റ്റ് ആൻഡ് ബാക്ക്, ഷോൾഡർ, അതുപോലെ ട്രൈസ് ബൈസ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ബ്രോ സ്പ്ലിറ്റ്, ഓരോന്ന് വെച്ചാണ്ട് ഓരോ മസിൽ ഗ്രൂപ്പ് വെച്ചാണ്ട് ടാർഗറ്റ് ചെയ്താണ്ട് ചെയ്യാം, ഇങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കിതിൽ ഏതാണോ കംഫർട്ടബിൾ ആയിട്ടുള്ളത് ആ ഒരു സിസ്റ്റം ചൂസ് ചെയ്യുക, അത് വർക്കൗട്ടിൻ്റെ. പിന്നെ നമ്മൾ ഫുഡിൻ്റെ കേസിലൊന്ന് ചൂസ് ചെയ്യേണ്ടി വരും, എന്ത്, നമ്മൾ എത്ര ഗ്രാം പ്രോട്ടീൻ, ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ, ലഞ്ച് എങ്ങനെ, ഡിന്നറിന് എങ്ങനെ നമ്മൾ പ്രോട്ടീനെ ഡിവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ചില ആൾക്കാർക്ക് എന്തുണ്ടാവില്ല, ബ്രേക്ക്ഫാസ്റ്റിന് ടൈം കുറവേ കാരണം, അപ്പോൾ പെട്ടെന്ന് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്താണ്ടോ വേ പ്രോട്ടീൻ്റെ ഷേക്ക് കുടിച്ചാണ്ടൊക്കെ പോകേണ്ടി വരും, അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ ലൈഫിനനുസരിച്ച് എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ന്യൂട്രീഷൻ ഒരു സിസ്റ്റം, അതുപോലെ നമ്മൾ ഉറങ്ങണീന് ആ രീതിയിൽ എന്ത് ചെയ്യും, ഫുൾ ഒരു ഫിറ്റ്നസ് റിലേറ്റഡ് സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യും. സിസ്റ്റം പറഞ്ഞാൽ റിപ്പീറ്റബിൾ ആയിക്കാണ്ട് ചെയ്യാൻ പറ്റുന്ന സംഭവങ്ങൾ. ഓക്കെ,
അപ്പോൾ അതിൻ്റെ ശേഷമാണ് ഇനി എന്ത് ചെയ്യേണ്ടത് നമ്മൾ. ഇപ്പോൾ നമ്മൾ വർക്കൗട്ട് പ്ലാൻ ചൂസ് ചെയ്തു, അതിനൊരു സിസ്റ്റം ചൂസ് ചെയ്തു, പുഷ് പുൾ ലെഗ്സ്. ഓക്കെ, ന്യൂട്രീഷൻ നമ്മളൊരു 30 ഗ്രാം പ്രോട്ടീൻ നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി നമുക്ക് എന്താ ഉണ്ടാവുക, റൂട്ടീൻ. നമ്മളെ റൂട്ടീൻക്ക് ഇത് അലൈൻ ചെയ്യണം. ഇപ്പോൾ നമ്മൾ വർക്കൗട്ടിൻ്റെ സിസ്റ്റം പറഞ്ഞിട്ടുള്ളൂ, പക്ഷേ എപ്പോൾ വർക്കൗട്ട് ചെയ്യണം എന്നുള്ളതൊന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ റൂട്ടീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എണീറ്റത് മുതൽ ഉറങ്ങാൻ പോകണ വരെയുള്ള എല്ലാ സംഭവങ്ങളും അതിൽ പെട്ടു, അല്ലെങ്കിൽ ആ ഒരു മൊത്തം എന്താ പറയുക ടൈം പീരീഡ് അതിൻ്റെ ഉള്ളിലുണ്ട്. ഇപ്പോൾ നമ്മൾ എണീക്കുന്ന ഒരു 5 മണിക്കാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 6 മണി 7 മണി 8 മണി വാട്ട് ഇറ്റ് ഈസ്, അതിന് ശേഷം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈം ഉണ്ടാവും, നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈം ഉണ്ടാവും, നമുക്ക് ഫ്രീ ടൈം കിട്ടുന്ന ടൈം ഉണ്ടാവും, നമ്മൾ ഉറങ്ങാൻ പോകുന്ന ടൈം ഉണ്ടാവും. അപ്പോൾ ഇതിലെവിടെയാണ് ഈ വർക്കൗട്ട് ഫിറ്റിനാവുന്നത്? സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്താണ്, ആ സിസ്റ്റം വെച്ചാണ്ടുള്ള വർക്കൗട്ട് എവിടെയാണ് ഫിറ്റിനാവുന്നത്, ഏതൊക്കെ ദിവസങ്ങളാണ് ഞാൻ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്, ആഴ്ചയിൽ 4-3 ദിവസമാണെന്നുണ്ടെങ്കിൽ വർക്കൗട്ട് ചെയ്യാൻ പോകുന്ന ദിവസങ്ങൾ ഏതൊക്കെയാണ്, അതിൻ്റെ ഇടയിൽ റെസ്റ്റ് എവിടേക്കാണ് വരുന്നത്, എൻ്റെ ഫുഡ് ഞാൻ എവിടേക്കാണ് കൊടുക്കേണ്ടത്, ആ കഴിക്കേണ്ട ടൈം ഏകദേശം എന്തൊക്കെയാണ്, പ്രോട്ടീൻ അലോക്കേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള തീരുമാനിക്കുന്നത് നമ്മളെ ഡെയിലി ലൈഫ് വെച്ചുകൊണ്ട് തീരുമാനിക്കുന്നതാണ് റൂട്ടീൻ. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ, ഇനി നമ്മൾ ഈ റൂട്ടീനാണ് ഫോളോ ചെയ്യുന്നത്, ഈ ഗോൾസ് അല്ല. നമ്മൾ ആദ്യം സെറ്റ് ചെയ്ത ഗോൾസ് അവിടെ ഉണ്ട്, മേ ബി നമ്മൾ എഴുതി ചുമരുമ്പോൾ കൊട്ടിച്ചിട്ടുണ്ടാവും. പക്ഷേ ഈ ഗോൾസ് ഇതൊക്കെ എല്ലാവരും പറഞ്ഞുതരാം, അത് ജസ്റ്റ് അവിടെ ഉണ്ട് എന്ന് കരുതി നമ്മളത് അച്ചീവ് ചെയ്യണമെന്നില്ല. ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഡെയിലി ഈ റുട്ടീനാണ് ഫോളോ ചെയ്യുന്നത്. നമ്മളൊരു റുട്ടീൻ ഉണ്ടാക്കി നമ്മളിങ്ങനെ റിപ്പീറ്റ് ചെയ്യണത്. പക്ഷേ ഈ സംഭവം അറ്റ് എൻഡ് ഓഫ് ദി ഡേ ഇതിലേക്കായിരിക്കും എത്തിക്കുണ്ടാവുക, നമ്മളെ ഗോൾസിലേക്ക് കയറി എത്തിക്കുണ്ടാവുക. അധികം ആൾക്കാർ ഓരോ ഗോൾസ് അച്ചീവ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്, ഓല് ഇത്രയും ബാക്ക് വർക്ക് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളിപ്പോൾ ഡെയിലി ഒരേ സംഭവമാണ് ചെയ്യണമെങ്കിൽ പോലും ഈ സംഭവത്തിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്, നമ്മൾ ആദ്യം പ്രയോറിറ്റി ആക്കി വെച്ചിട്ടുള്ള സാധനത്തിൻ്റെ ഗോൾസിലേക്ക് എത്തിക്കുന്ന ആക്ഷൻസ് വെച്ച് ബിൽഡ് ചെയ്ത സിസ്റ്റത്തിൻ്റെ റൂട്ടീനാണ്. അതുകൊണ്ട് തന്നെ ആ സംഭവങ്ങളിലേക്കായിരിക്കും ഇത് അൾട്ടിമേറ്റ്ലി എത്തിക്കുക. ഓക്കെ, അപ്പോൾ അതാണ് ഇതിലുള്ള സീക്രറ്റ്. നമ്മളെ ഗോൾസ് അച്ചീവ് ചെയ്യാനുള്ള സീക്രറ്റ് ആണ് ആക്ച്വലി ഇത്രേ ഉള്ളൂ. ഇനി ഇത് പക്കാ ഡീറ്റെയിൽ, ഇത് വലിയൊരു ടോപ്പിക്കാണ് ഈ ഗോൾസ് സെറ്റ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത് പക്കാ ഡീറ്റെയിൽ ആയിട്ട് ഏകദേശം ഒരു 1 hour ഉള്ളൊരു വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ട്, ഞാൻ യൂട്യൂബിൽ അൺലിസ്റ്റഡ് ആയിക്കാണ്ടതിന് മുമ്പ് കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഒരു സംഭവം ഉണ്ടാക്കിയ ഒരു വീഡിയോ, ഒരു മിനി കോഴ്സ് പോലെ. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം, ഫ്രീ ആണ്, കംപ്ലീറ്റ്ലി ഫ്രീ ആണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഓക്കെ, ഇനി രണ്ടാമത്തെ റൂളാണ്, ദ ടൈമിംഗ് ഓഫ് ഗോയിങ് ടു ബെഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ ടൈമിംഗ് ഓഫ് വേക്കിംഗ് അപ്പ്. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ എഗെയിൻ ആൻഡ് എഗെയിൻ വാച്ച് ചെയ്ത് അല്ലെങ്കിൽ മനസ്സിലാക്കിയൊരു സംഭവമാണ്, കുറേ വട്ടം എക്സ്പീരിയൻസ് ചെയ്തൊരു സംഭവമാണ്. എൻ്റെ സ്ലീപ്പ് മെസ്ഡപ്പ് ആവുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ റൂട്ടീൻ മെസ്ഡപ്പ് ആവും, റൂട്ടീൻ മെസ്ഡപ്പ് ആയി കഴിഞ്ഞാൽ ബാക്കി എല്ലാം മെസ്ഡപ്പ് ആവും. ഭയങ്കര രീതിയിൽ സ്ട്രഗിൾ ചെയ്തുകൊണ്ട് ചെയ്യാൻ പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതാവും. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രാവിലെ നേരത്തെ എണീക്കുക എന്നുള്ളതിനേക്കാൾ ബുദ്ധിമുട്ട് രാത്രി നേരത്തെ ഉറങ്ങുക എന്നുള്ളതാണ്. ശരിക്കും നമുക്ക് അലാറം വേണ്ടത് രാവിലെ എണീക്കാനല്ല, രാത്രി നേരത്തെ കിടക്കാൻ പോകാനാണ്. കാരണം എല്ലാവരും ഏകദേശം ഓൺ ആവുന്ന ടൈം രാത്രിക്കാണ്. നമ്മളിപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ചാണ്ട്, പണ്ട് കാലങ്ങളൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൂടുതൽ വരുന്നതിന് മുമ്പ്, ടെക്നോളജിയൊക്കെ നമ്മളെ വേൾഡ് ടേക്ക് ഓവർ ചെയ്യുന്നതിന് മുമ്പ്, നമ്മളെ സംബന്ധിച്ച് രാത്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു റിസ്ക് ആയിട്ടുള്ള ഡേഞ്ചറൊക്കെ ആയിട്ടുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിന്നർ കഴിച്ച് പിന്നെ നമുക്കൊരു ഉറങ്ങാനുള്ള ടൈമാണ് അല്ലേ. പക്ഷെ ഇപ്പോൾ എന്താ വെച്ചാൽ കുറേ മേജർ സിറ്റീസും കാര്യങ്ങളൊക്കെ ഓണാവും എപ്പോഴേ കയറും, അവിടുത്തെ ആൾക്കാരൊക്കെ രാത്രി കയറും. അതുപോലെ പകൽ ഫുള്ള് ഉറങ്ങുണ്ടാവും, രാത്രി കയറി എണീക്കുണ്ടാവും. അപ്പോൾ ഇങ്ങനെ ഒരു സമയത്ത് ഭയങ്കര പണിയാണ് അത്യാവശ്യം രാവിലെ എണീക്കുക എന്നുള്ളത്. അപ്പോൾ ആ രാവിലെ എണീക്കണം എന്നുണ്ടെങ്കിൽ അതിനേക്കാളും ബുദ്ധിമുട്ടാണ് രാത്രി നേരത്തെ കിടക്കുക എന്നുള്ളത്. കാരണം നമ്മൾ ചുറ്റുള്ളവരൊക്കെ രാത്രി വൈകിയേക്കാരം കിടക്കുന്നുണ്ടാവും. സോ ഐ വുഡ് സേ ദാറ്റ് ദ ടൈമിംഗ് ഓഫ് ഗോയിങ് ടു ബെഡ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് പല ടൈമിംഗ് കയറാം, ഇൻ്റെതേ ആവില്ല. അപ്പോൾ നിങ്ങൾക്ക് എപ്പോഴാണോ പോകാൻ ഉറങ്ങേണ്ടതും അതേപോലെ തന്നെ എണീക്കേണ്ടതും എന്നുള്ള ആ ഒരു ടൈം സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട എവിടെയായിരിക്കും, ഈ ഉറങ്ങാൻ പോകുന്ന ടൈമിലേക്കാണ്. എന്നാൽ രാവിലെ നിങ്ങൾക്ക് എപ്പോഴാണ് വേണ്ടത് അപ്പോൾ എണീക്കുന്നത് കുറച്ചുകൂടി സുഖമായിരിക്കും. മൂന്നാമത്തെ റോളാണ് ഡോണ്ട് ചെക്ക് സോഷ്യൽ മീഡിയ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ്, എസ്പെഷ്യലി ഇൻസ്റ്റാഗ്രാമും അതേപോലെ യൂട്യൂബ് ഷോർട്സൊക്കെ. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഈസ് ടു ഫാസ്റ്റ് ആൻഡ് ടു സ്റ്റിമുലേറ്റിംഗ്. നമ്മളൊരു ഉറങ്ങി എണീക്കുമ്പോൾ നമുക്ക് ഏറ്റവും നമ്മളെ ബ്രെയിന് റെസ്റ്റ് എടുക്കുന്നു ഞാൻ പറയണില്ല, ചിലപ്പോൾ അതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും, വർക്ക് ചെയ്യുന്നുണ്ട് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഞാൻ കൂടുതൽ പഠിച്ചിട്ടില്ല അതിനെക്കുറിച്ച്. അപ്പോൾ നമ്മൾ ആ ഉറക്കം കഴിഞ്ഞിട്ട് നമ്മളുള്ളിൽ കുറേ എന്താ പറയുക ലോങ് ടേം ഷോർട്ട് ടേം മെമ്മറി ലോങ് ടേം മെമ്മറിക്കൊക്കെ ഉണ്ടാവും, കുറേ ചിലപ്പോൾ ട്രോമ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നുണ്ടാവും, പല സംഭവങ്ങളും നടന്നിട്ട് നമ്മൾ കുറേ നേരം കഴിഞ്ഞ് എണീക്കുകയാണ്, നമ്മുടെ ബ്രെയിൻ ഇപ്പോൾ ഫ്രഷാണ്. ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്ന ടൈമാണ്. ഇപ്പോൾ നമ്മളെ ഫോക്കസ് ആയിക്കോട്ടെ, പ്രൊഡക്ടിവിറ്റി ആയിക്കോട്ടെ, ആ ഒരു ഫസ്റ്റത്തെ കുറച്ചൊരു ലാഗ് ഉണ്ടാവും നമ്മൾ ഉറങ്ങി എണീറ്റുകളിൽ. ആ ഫസ്റ്റ് 1 hour ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫോക്കസ് വരുന്ന ടൈമേ കയറും. അപ്പോൾ ഈ ടൈമിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഭയങ്കര സ്റ്റിമുലേറ്റിംഗ് ആയിട്ടുള്ള, ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുള്ള, ഭയങ്കര മ്യൂസിക്കും കാര്യങ്ങളൊക്കെ ഉള്ള, എഡിറ്റും കാര്യങ്ങളൊക്കെ ഉള്ള രീതിയിലുള്ള ഷോർട്സും റീൽസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ഫസ്റ്റ് തന്നെ ആ ഒരു ഡോപ്പമൈൻ സാധനം കിട്ടുമ്പോൾ അന്നത്തെ ഫോക്കസ് എന്ന് പറയുന്നത് പിന്നെ ഒരു കഥയിൽ കയറും. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ നോട്ടീസ് ചെയ്തൊരു സംഭവമാണ്. കാരണം ഈ ഒരു ഇടയായിട്ട് റീസെൻ്റായിട്ട് ഞാൻ രാവിലെ എണീറ്റേക്കിന് ഇൻസ്റ്റാഗ്രാം ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞാൻ പെർഫെക്റ്റ് ആയതുകൊണ്ടല്ല നിങ്ങൾക്ക് പറഞ്ഞത്, എൻ്റെ ലൈഫിൽ നിന്നുള്ള മിസ്റ്റേക്ക് വെച്ചാണ്ട് ഞാൻ ഉണ്ടാക്കിയതാണ്, ഇത് ഒഴിവാക്കണം എന്നുള്ള ഗോളോട് കൂടി. അപ്പോൾ രാവിലെ നേരെ എണീറ്റാണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഒരു ക്രിയേറ്ററും കൂടി ആയതുകൊണ്ട് തന്നെ എത്ര ലൈക്കായി എത്ര ഫോളോവേഴ്സായി എന്നുള്ളത് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവില്ല, ഇന്നലെ വീഡിയോ കയറിയെന്നൊക്കെ. അപ്പോൾ അത് നോക്കാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്യും, പിന്നെ കുറച്ച് സ്ക്രോളൊക്കെ ചെയ്യുമ്പോഴത്തേനും പിന്നെ അന്നത്തെ ഫോക്കസ് എന്ന് പറയുന്നത് ഭയങ്കര സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. എന്നാൽ അതേസമയം രാവിലെ എണീറ്റാണ്ട് സോഷ്യൽ മീഡിയയും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യാതെ, കാരണം ഞാൻ അങ്ങനെയാണ് കുറച്ച് മുമ്പൊക്കെ
രാവിലെ എണീറ്റിട്ട് സോഷ്യൽ മീഡിയ ഒന്നും ചെക്ക് ചെയ്യില്ല, എൻ്റെ ഡീപ്പ് വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു ഉച്ചയൊക്കെ ആവും ചിലപ്പോൾ ചെക്ക് ചെയ്യാൻ. അതൊരു വർക്കായിരിക്കും, ഞാൻ ആ സംഭവം തന്നെ മറന്നിട്ടുണ്ടാവും. പക്ഷേ അന്നത്തെ വ്യത്യാസം ഇന്നത്തെ വ്യത്യാസം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, നല്ല രീതിയിൽ മനസ്സിലാവുന്നുണ്ട് ഫോക്കസിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഡോണ്ട് ചെക്ക് സോഷ്യൽ മീഡിയ ഫസ്റ്റ് തിങ് ഇൻ ദ മോർണിംഗ് ആഫ്റ്റർ യു വേക്ക് അപ്പ്. ഈ 4ാമത്തെ റൂളാണ് ടൈം ബ്ലോക്ക് എവറിത്തിങ്. ഞാൻ ഫ്രീ ആകുമ്പോൾ ഒരു കാര്യം ചെയ്യാന്ന് പറഞ്ഞാൽ 99% ആൾക്കാർ ആ സംഭവം ചെയ്യൂല. അതിന് കോണ്ടന്റ് ആണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഫിറ്റ്നസ് ആണെങ്കിലും ഒക്കെ നമ്മൾ വിചാരിക്കുകയാണ് എന്ത്, ഓക്കെ എൻ്റെ പണി കഴിഞ്ഞിട്ട് എനിക്ക് ഫ്രീ ഉണ്ടാകുമ്പോൾ എന്ത് ചെയ്യുക, ഞാൻ വർക്കൗട്ട് ചെയ്യാം. അതായത് പണി കഴിഞ്ഞ് വീട്ടിൽ എന്താ കാര്യങ്ങളൊക്കെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് നാട്ടിൽ ഇറങ്ങലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എപ്പോഴും ഫ്രീ ടൈം കിട്ടുകയാണെങ്കിൽ അപ്പോൾ വർക്കൗട്ട് ചെയ്യാം. ഇങ്ങനെയാണ് പല ആൾക്കാരും എന്നോട് പറയലുണ്ട്, എനിക്ക് ഫ്രീ ടൈം കിട്ടുന്നില്ല എന്നുള്ളത് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയുന്ന സംഭവമാണ് എനിക്ക് ഫ്രീ ടൈം കിട്ടുമ്പോൾ റീഡ് ചെയ്യാം എന്നത് നമ്മൾ വിചാരിക്കുന്നത്. കാരണം റീഡിംഗ് എന്ന് പറയുന്നത് ആൾക്കാർ അധികം അങ്ങനെ കാണാം, നമുക്കൊരു ടൈം കിട്ടുമ്പോൾ റീഡ് ചെയ്യാന്നുള്ള രീതിയിൽ. അല്ലെങ്കിൽ നമുക്ക് ടൈം കിട്ടുമ്പോൾ കണ്ടന്റ് ഉണ്ടാക്കാം, ആദ്യമായിട്ട് കണ്ടന്റ് ക്രിയേഷനിക്ക് വരുന്നവരൊക്കെ. ഇങ്ങനെയുള്ള 99% ആൾക്കാരും ഒരിക്കലും ആ ഫ്രീ ടൈം കണ്ടെത്തൂല. കാരണം എന്താ, എപ്പോൾ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും സംഭവം അത് ഫില്ല് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവം നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അതിനെ പ്രയോറിറ്റി ആക്കേണ്ടി വരും. പ്രയോറിറ്റി ആക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് പ്രയോറിറ്റി ആയി കാണണമെന്നുണ്ടെങ്കിൽ അതിന് എന്ത് ചെയ്യേണ്ടി വരും, ഒരു ടൈം സെറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ ടൈം ബ്ലോക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട 2 കാര്യം ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ, 1 എനർജി നോക്കുക, 2 പ്രയോറിറ്റി നോക്കുക. സിമ്പിൾ. നമുക്ക് ഏറ്റവും കൂടുതൽ എനർജി ഉണ്ടാവുന്ന ടൈം, ഇപ്പം എൻ്റെ കേസിൽ പറയുന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ഉണ്ടാവുന്ന ടൈം രാവിലെ ഒരു എണീറ്റിട്ട് 1-1.5 മണിക്കൂറൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു 5:30 എണീറ്റെങ്കിൽ ഒരു 7 മണി to ഒരു 10 മണി വരെയൊക്കെ നല്ല ഫോക്കസുള്ള ടൈമാണ് വിചാരിച്ചോ. അപ്പോൾ ആ ടൈമിലായിരിക്കും ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക് ചെയ്യുക. മനസ്സിലാവും? പ്രയോറിറ്റി നോക്കുക, നമ്മൾ എനർജി നോക്കുക. ഏറ്റവും പ്രയോറിറ്റി ഉള്ള സംഭവം ഏറ്റവും എനർജി ഉള്ള ടൈമിൽ ചെയ്യുക. അപ്പോൾ ആ ഒരു സാധനത്തിന് അത്രയും എന്ത് കിട്ടും, ഇൻപുട്ട് കിട്ടും, അതിന് അത്രയും റിസൾട്ടും കിട്ടും. അത്രയും ഫോക്കസ്ഡ് ആയിട്ടായിരിക്കും നമ്മളത് ചെയ്യേണ്ടാവുക. നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമല്ലേ നമ്മൾ ഏറ്റവും സീരിയസ് ആയി ചെയ്യേണ്ടത്. അത്രേ ഉള്ളൂ കൺസെപ്റ്റ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, ഒരു പുതിയ കാര്യം ജീവിതത്തിൽ സീരിയസ് ആയിട്ട് അത്രയും ഇമ്പോർട്ടൻ്റ് ആണെന്നുണ്ടെങ്കിൽ, അത് ഏത് ഫീൽഡാണെന്നുണ്ടെങ്കിലും ചെയ്യണം, ഡെയിലി ചെയ്യണം, കൺസിസ്റ്റൻ്റ് ആയി ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊരു ടൈം ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ഗൂഗിൾ കലണ്ടറിലാണെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ ടു ഡു ലിസ്റ്റിലാണ് കീപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ. ഇനി 5ാമത്തെ റൂളാണ് ദ ക്വാളിറ്റി ഓഫ് ദ ഫുഡ് യു ഈറ്റ് ഡിറ്റർമൈൻ യുവർ എനർജി ആൻഡ് ഫോക്കസ്. ഇതിന്നെ വിശ്വാസമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയാൽ മതി. ഒറ്റ ദിവസം ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറിനും കുറച്ച് ബർഗറും പിസയും അതേപോലെ ഇനിയിപ്പോൾ എന്തെങ്കിലും ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള നല്ല ഷുഗറുള്ള സാധനവും എന്തെങ്കിലും ടൈപ്പ് പേസ്ട്രീസോ എന്തെങ്കിലും സാധനങ്ങൾ, കയ്യിൽ വലിയ നോളജില്ല, ഞാൻ വല്ലാതെ കഴിക്കാൻ പോകാത്തതുകൊണ്ട് അങ്ങനത്തെ സാധനവും, പിന്നെ അതിൻ്റെ കൂടെ കുടിക്കാൻ കോളയും ഇങ്ങനത്തെയൊക്കെ ആഡ് ചെയ്തിട്ട് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും അങ്ങനെ തന്നെ കഴിക്കുക. അതിൽ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ആഡ് ചെയ്തോ, മാക്സിമം മുക്കി പൊരിച്ച സാധനങ്ങളും സീഡ് ഓയിൽ പൊരിച്ച സാധനങ്ങളൊക്കെ ആഡ് ചെയ്യുക, നല്ല ഷുഗറുള്ള സാധനങ്ങൾ ആഡ് ചെയ്യുക. ഒരു ദിവസം മാത്രം ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഡിന്നറും കഴിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, പിറ്റേ ദിവസം ഒന്ന് ഡീപ്പ് വർക്ക് ചെയ്യാൻ നോക്കി നോക്കും. നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടാസ്ക്, ഏറ്റവും കൂടുതൽ ഫോക്കസ് വേണ്ട ടാസ്ക് ഒന്ന് ചെയ്യാൻ നോക്കി നോക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു എഫക്റ്റ് പോകാൻ കുറച്ച് ദിവസം എടുക്കും. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്, ഒരു 2-3 ദിവസം എന്ത് ചെയ്യുക, അൺപ്രോസസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മിനിമലി പ്രോസസ്ഡ് ആയിട്ടുള്ള വീട്ടിലത്തെ ഉണ്ടാക്കുന്ന ഫുഡുകളുണ്ടല്ലോ, അതിൽ മെയിൻ ഫോക്കസ് ഫിഷ്, ചിക്കൻ, മീറ്റ് അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾക്കും, പിന്നെ കുറച്ച് ഫ്രൂട്ട്സും, പിന്നെ റൈസ് ഉണ്ടെന്നുണ്ടെങ്കിൽ വൈറ്റ് റൈസ് ഐറ്റംസിനും മാത്രം പ്രാധാന്യം കൊടുത്തിട്ട് സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡുകൾക്ക് കൂടുതൽ കഴിച്ചിട്ട്, അല്ലെങ്കിൽ സിംഗിൾ ഇൻഗ്രീഡിയൻറ്റ് ഫുഡ് മാത്രം ബ്രേക്ക്ഫാസ്റ്റിനും ലഞ്ചിനും ഡിന്നറും കഴിച്ചിട്ട് 2-3 ദിവസം അങ്ങനെയാണ് കഴിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് പ്രോസസ്ഡ് സാധനങ്ങളൊന്നും അതിൽ വരുന്നില്ല, പാക്ഡ് ഐറ്റംസ് ഒന്നും അതിൽ വരുന്നില്ല, വീട്ടിലുണ്ടാക്കിയ ഫുഡുകൾ കഴിച്ചിട്ട് എന്നിട്ടൊന്ന് ഡീപ്പ് വർക്ക് ചെയ്യാൻ നോക്കി പിറ്റേ ദിവസം. അപ്പം മനസ്സിലാവും ഫുഡ് എനർജിയിൽ വരുത്തുന്ന മാറ്റം എത്രത്തോളമാണെന്നുള്ളത്. ഒന്നുമില്ല, സിമ്പിൾ. നമ്മളെ ഗട്ടും ബ്രെയിനും തമ്മിലൊരു കണക്ഷൻ ഉണ്ട്, വെയ്ഗസ് നെർവ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് വേണമെങ്കിൽ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ എന്താ വെച്ചാൽ നമ്മളെ ഗട്ടിൽ കുറേ സംഭവം നടക്കുന്നുണ്ട്. നമ്മളെ ഗട്ട് ഹെൽത്ത് പ്രോപ്പർ ആണെന്നുണ്ടെങ്കിൽ ഗട്ടിന് വലിയൊരു സ്ട്രഗിൾ വരുന്നില്ല സംഭവങ്ങൾ ഡൈജസ്റ്റ് ചെയ്യാനും അതുപോലെ അതിന് ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്യാനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ മൈൻഡും ബ്രെയിൻ ഫോഗൊന്നും ഇല്ലാതെ അതേപോലെ തന്നെ നല്ല രീതിയിൽ വർക്ക് ചെയ്യും. എന്നാൽ അതേസമയം നമ്മളെ ബ്രെയിനിൻ്റെ ഫോക്കസ് എവിടെയാണ്, ഇതിലുള്ള ടോക്സിൻസും കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യുക, ഈ ഫുഡിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി കഷ്ടപ്പെടുക, അങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങൾ, കുറേ കെമിക്കലും അതും ഇതും എന്തൊക്കെ എമുൾസിഫയേഴ്സും ആർട്ടിഫിഷ്യൽ സിന്തറ്റിക് സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല നമ്മൾ ഈ പാക്കഡ് ഐറ്റംസിൽ. ഇതിനൊക്കെ ഡീൽ ചെയ്യലാണ് നമ്മളെ വയറിൻ്റെ പണി എന്നുണ്ടെങ്കിൽ, ഗട്ടിൻ്റെ പണി എന്നുണ്ടെങ്കിൽ, നമ്മളെ ബ്രെയിനാണെന്നുണ്ടെങ്കിലും ആ ഒരു ഫോക്കസ് കിട്ടില്ല, ഒരു ബ്രെയിൻ ഫോഗ് അടിച്ച മാതിരി തന്നെ കയറും. അത് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കി തന്നെ മനസ്സിലാവും. ഇനി 6ാമത്തെ റൂളാണ് ബി ഫിസിക്കലി ആക്റ്റീവ് എന്നുള്ളത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇനിയിപ്പോൾ എത്ര ബിസിനസ്സിൽ ലോക്ക്ഡ് ഇൻ ചെയ്യുകയാണെങ്കിലും കണ്ടന്റിൽ ലോക്ക്ഡ് ഇൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വീക്കിൽ ഒരു 3-4 ദിവസമെങ്കിലും ആക്റ്റീവായിരിക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കലുണ്ട്. അത് എന്നെ സംബന്ധിച്ച് ഒരു 3-4 ദിവസമെങ്കിലും മിനിമം ആക്റ്റീവ് എന്ന് പറയുമ്പോൾ ഞാനത് ജിമ്മാണ് മെയിനായിട്ട് പറയൽ. പക്ഷേ അത് ജിം ആവണമെന്നില്ല. ഫിസിക്കലി ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വിമ്മിങ് ഇഷ്ടമാണെങ്കിൽ അതാവാം, സൈക്ലിംഗ് ഇഷ്ടമാണെങ്കിൽ അതാവാം, റണ്ണിങ് ഇഷ്ടമാണെങ്കിൽ അതാവാം, സ്പ്രിൻറ്റിങ് ഇഷ്ടമാണെങ്കിൽ അതാവാം, അല്ല ബാഡ്മിൻ്റൺ കളിക്കാൻ പോകണമെങ്കിൽ അതാവാം. എങ്ങനെയെങ്കിലും എന്ത് ചെയ്യുക, നമ്മളെ ബോഡീനെ, നമ്മളെ മനുഷ്യന്മാരെന്ന് പറയുന്നത് എന്തിന് ഡിസൈൻ ചെയ്താണ്, മൂവ് ചെയ്യാൻ വേണ്ടി ഡിസൈൻ ചെയ്താണ്. നമ്മളെ പ്രത്യേകത പറഞ്ഞാൽ മറ്റ് അനിമൽസിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കണം എന്താ വെച്ചാൽ, കോഗ്നിറ്റീവ്ലി നമ്മൾ അടിപൊളിയാണ്, നമുക്ക് കോൺഷ്യസ്നെസ് ഉണ്ട്, ചിന്തിക്കാൻ വയ്ക്കും, പ്ലാൻ ചെയ്യാൻ വയ്ക്കും, ഡിലേഡ് ഗ്രാറ്റിഫിക്കേഷൻ പല സംഭവമുണ്ട്. അതുപോലെ തന്നെ ഫിസിക്കലി നമ്മൾ ക്യാപ്പബിളാണ്. അപ്പോൾ ഇത് രണ്ടിനും കൂടിയുള്ളൊരു
ഒരു എന്താ പറയുക, ഒരു സൂപ്പർ വെപ്പണാണ് ഹ്യൂമൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആൾക്കാർ അങ്ങനെയല്ല കാണുന്നുണ്ടെങ്കിൽ പോലും, കമ്പ്യൂട്ടർ മുമ്പിൽ ജസ്റ്റ് ഇങ്ങനെ വർക്ക് ചെയ്യാൻ 9 to 5 വർക്ക് ചെയ്യാനാണെങ്കിൽ കാണുമെങ്കിൽ പോലും ഫിസിക്കലി നമ്മൾ അടിപൊളിയാണ്, കോഗ്നിറ്റീവ്ലി നമ്മൾ അടിപൊളിയാണ്. അപ്പോൾ ഈ രണ്ട് സംഭവങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, യൂട്ടിലൈസ് ചെയ്യണം അല്ലെങ്കിൽ ട്രെയിൻ ചെയ്യണം. അപ്പോൾ ബി ഫിസിക്കലി ആക്റ്റീവ് എന്നുള്ളത് അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അത് മെൻ്റൽ ഹെൽത്തിലാണെന്നുണ്ടെങ്കിലും, നമ്മളെ സ്ട്രെസ് റെഡ്യൂസ് ചെയ്യാനാണെന്നുണ്ടെങ്കിലും, നമുക്ക് എനർജി ഉണ്ടാവാനാണെങ്കിലും, നമ്മളെ മൂഡ് നല്ല രീതിയിൽ കീപ്പ് ചെയ്യാനാണെങ്കിലും, ഈവൻ നമ്മളെ ഇമോഷൻസ് ഹെൽത്തി രീതിയിൽ പ്രോസസ്സ് ചെയ്യാൻ പോലും ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങളാണ് എന്ത്, ഫിസിക്കലി ആക്ടിവിറ്റി എന്നുള്ളത്. അത് ഏത് രീതിയിലും നമുക്ക് ചെയ്യാം, ബട്ട് അത് നിർബന്ധമാണ്. ദെൻ 7th റൂൾ ഈസ് സേ നോ ടു ഓപ്പർച്യൂണിറ്റീസ്. അതിൽ ഫസ്റ്റ് ഞങ്ങൾക്കൊരു കോട്ട് വായിച്ചുതരാം. പീപ്പിൾ തിങ്ക് ഫോക്കസ് മീൻസ് saying yes to the thing you got to focus on. But that's not what it means at all. It means saying no to the 100 other good ideas that there are. You have to pick carefully. I'm actually as proud of the things we haven't done as the things I have done. Innovation is saying no to 1,000 things. ഇതാരെ പറഞ്ഞതെന്നറിയോ? സ്റ്റീവ് ജോബ്സ്. അതായത് ഇത്രേ ഉള്ളൂ. നമ്മൾ വിചാരിക്കും എന്ത്, കുറേ ഓപ്പർച്യൂണിറ്റീസ് വരുമ്പോൾ, നമ്മൾ ആഗ്രഹിച്ച സംഭവങ്ങളൊക്കെ വരുമ്പോൾ അതിനൊക്കെ യെസ് പറയണതാണ് ഫോക്കസ് എന്നുള്ളത്. പക്ഷേ സത്യത്തിൽ നമ്മൾ പറയണ അതേപോലെ തന്നെ ഒരുപാട് സംഭവങ്ങളോട്, അല്ലെങ്കിൽ നമ്മൾ എത്രത്തോളം കാര്യം ചെയ്യുന്നോ അതുപോലെ തന്നെ ഒരുപാട് കാര്യം നമ്മൾ ചെയ്യണ്ട എന്ന് വിചാരിക്കുന്നതും ഫോക്കസ് ആണെന്നാണ്. ഇപ്പം എൻ്റെ ലൈഫിൽ തന്നെ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന സംഭവങ്ങൾ, ഫസ്റ്റ് നമ്മൾ കണ്ടൻറ് ക്രിയേഷനൊക്കെ തുടങ്ങുമ്പോൾ, വീഡിയോ ഇടാനൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് കുറച്ച് ആൾക്കാരെങ്കിലും നമ്മളൊന്ന് റെക്കഗ്നൈസ് ചെയ്തിരുന്നെങ്കിലോ. നമ്മുടെ മെയിൻ പ്രയോറിറ്റി അതാവില്ല, പക്ഷെ നമുക്കൊരു സൈഡ് ആയിട്ടുള്ള കുറച്ച് ആസ്പിറേഷൻസ് ഉണ്ടാവുമല്ലോ. നമ്മൾ റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ ആൾക്കാർ റെക്കഗ്നൈസ് ചെയ്ത് അടിപൊളിയായി കയറും, നമ്മളിപ്പോൾ ആൾക്കാർ ഫോട്ടോ എടുക്കാൻ വന്നിരുന്നെങ്കിൽ, നമ്മൾ ഇവൻറ്റുകൾക്കൊക്കെ ഗസ്റ്റായി വിളിച്ചിരുന്നെങ്കിൽ, അതുപോലെ നമുക്ക് പ്രൊമോഷൻസ് ഒക്കെ കിട്ടിയിരുന്നെങ്കിൽ, അതേപോലെ തന്നെ നമ്മളോട് ആരെങ്കിലും ഇങ്ങനെ ഐഡിയാസൊക്കെ പിച്ച് ചെയ്താണ്ട് ഒരു സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ തുടങ്ങാൻ വേണ്ടി ആൾക്കാർ മീറ്റ് ചെയ്യാൻ വരിക, ഫൗണ്ടേഴ്സ് നമ്മളെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മെസ്സേജ് അയക്കാം. ഇതൊക്കെ ഭയങ്കര രീതിയിൽ ഒരു എക്സൈറ്റിംഗ് ആയുള്ള സംഭവമായിരിക്കും കോണ്ടന്റ് ക്രിയേഷനൊക്കെ തുടങ്ങുമ്പോൾ എന്നെ സംബന്ധിച്ച്. പക്ഷേ ഇപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത്, പല ഇവൻറ്റുകൾക്ക് വിളിക്കണമായിക്കോട്ടെ, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിക്കോട്ടെ. ഇപ്പോൾ റീസെൻ്റായിട്ട് ഇന്നെ ഒരു കോഫൗണ്ടറായി കണ്ട് ഒരു ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്തിരുന്നു. എൻ്റെ CA ക്വിറ്റ് ചെയ്യുന്ന വീഡിയോ കണ്ടാണ് ആ മൈൻഡ് സെറ്റുള്ള ഒരാൾ നമുക്ക് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഏകദേശം അത് തുടങ്ങണം എന്നുള്ള ദീക്ക് വരെ എത്തി. പിന്നെയാണ് ഞാൻ വിചാരിച്ചത്, അപ്പോൾ എൻ്റെ വർക്ക് എന്താവും, എൻ്റെ കോണ്ടൻറ്റും കാര്യങ്ങൾ എന്താവും, വേറെയുള്ള ഒരു എൻ്റെ വിഷനുള്ള ബിസിനസ് അല്ലല്ലോ അത്, ഞാൻ തുടങ്ങാൻ ആഗ്രഹിച്ചല്ലോ. പക്ഷേ ഞാൻ അതിലത്തെ ഒരു കോഫൗണ്ടർ, എൻ്റെ ഒരു മൈൻഡ് സെറ്റ്, അതുപോലെ എൻ്റെ ഓഡിയൻസിനെ അവർക്ക് ബെനിഫിറ്റ് ചെയ്യാമെന്നല്ലാതെ എന്നെ സംബന്ധിച്ച് എൻ്റെ പർപ്പസിനല്ല ഞാൻ ഫോളോ ചെയ്യണത് എന്ന് ഞാൻ ചിന്തിച്ചാണ്ട് ഞാൻ എന്ത് ചെയ്തു, പിന്നെ ലാസ്റ്റാണ് ഞാൻ എന്ത് ചെയ്ത് നോ എന്ന് പറഞ്ഞത്. അതേപോലെ ഇവൻറ്റുകൾക്ക് ഗസ്റ്റായി വിളിക്കുന്നതും അങ്ങനത്തെ പരിപാടിക്ക് വിളിക്കുന്നതും കൊളാബറേഷൻസ് ആണെങ്കിലും പ്രൊമോഷൻസ് ആണെങ്കിലും ഇതൊക്കെ ഇപ്പോൾ ഞാൻ മാക്സിമം എന്ത് ചെയ്യലാണ്, സൈഡാക്കി വെക്കലാണ്. ഓക്കെ, അപ്പോൾ ഇതെന്താ സംഭവിച്ചാൽ ഒന്നുമില്ല, നമ്മൾ മെയിൻ പ്രയോറിറ്റി ആക്കി വെച്ചൊരു സംഭവം ഉണ്ടാവും, നമുക്കൊരു ഗോൾ ഉണ്ടാവും, നമ്മുടെ ഒരു മെയിൻ വർക്ക് ഉണ്ടാവും. ഈ വർക്കിലേക്ക് കൊടുക്കേണ്ടതാണ് നമ്മളെ എനർജി, ഫോക്കസ്, നമ്മളെ അറ്റൻഷൻ എന്ന് പറയുന്നത്. ഇവിടുന്ന് എത്രത്തോളം അത് ഷിഫ്റ്റ് ചെയ്യുന്നോ, ലോക്കിനല്ലാത്ത ആൾക്കാർക്ക് കുഴപ്പമില്ല, അതാണ് പോലെ ആഗ്രഹം എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് ഈ ഒരു സംഭവത്തിലേക്ക് ഫോക്കസ് ചെയ്യേണ്ട എനർജി, അതിപ്പോൾ ഒരു ഗ്ലാസ്സിലെ വെള്ളമാണെന്നുണ്ടെങ്കിൽ അത് വേറെ ഏതൊക്കെയോ ഗ്ലാസ്സിലാണോ പാർന്നു കൊടുക്കുന്നത്, അത്രയും നമ്മളെ എനർജി ഷിഫ്റ്റ് ചെയ്യാണ്, അല്ലെങ്കിൽ സ്പ്ലിറ്റ് ആവുകയാണ്. അപ്പോൾ അത്ര റിസൾട്ട് നമ്മളെ മെയിൻ പ്രയോറിറ്റിയിൽ നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ എനിക്കത് പോരാ, എൻ്റെ മെയിൻ പ്രയോറിറ്റിയിൽ ഫുള്ള് കൊടുക്കണം എന്നുള്ള രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, ബാക്കിയുള്ളതിനൊക്കെ ഞാൻ ഡിസ്ട്രാക്ഷനായി കാണുന്നത്. അപ്പോൾ ഇതേ സെയിം സംഭവമാണ് എന്തും പറഞ്ഞത്, സ്റ്റീവ് ജോബ്സും പറഞ്ഞത്. ബാക്കി കുറേ സംഭവങ്ങളോട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നോ എന്ന് പറയേണ്ടി വരും. അത് ചീത്ത സംഭവമില്ല, ആക്ച്വലി നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തന്നെ ആയിരിക്കും. പക്ഷേ നമ്മളെ സംഭവത്തിൽ നമുക്ക് റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ളതിനോട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നോ എന്ന് പറയേണ്ടി വരും. ഇനി റൂൾ നമ്പർ 8, ടെൽ യുവർ ഫ്രണ്ട്സ് ദാറ്റ് യു ആർ നോട്ട് അവൈലബിൾ. ഇപ്പോൾ ഞാൻ ലോക്കിൻ ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ ചെയ്തൊരു സംഭവം ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടു എന്നുള്ളത്. അതുപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു, പോലെ ചോദിക്കുമ്പോഴൊക്കെ ബാഡ്മിൻ്റൺ കളിക്കാനോ അല്ലെങ്കിൽ വേറെ പരിപാടിക്കൊക്കെ വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമ്മൾ ഇൻറ്റേർണൽ ടീമിൻ്റെ മീറ്റിംഗ് ആണെങ്കിൽ പോലും ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞത്, രാത്രി ഒരു പരിപാടിക്കും ഞാൻ ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. സംഭവം ശരിയാണ്, ചിലപ്പോൾ കുറച്ചൊരു നെഗ്ഗൊക്കെ അടിക്കും. പക്ഷെ എന്നാലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മളെ കണ്ടൻ്റ് ആണെന്നുണ്ടെങ്കിലും എല്ലാ സംഭവങ്ങളും നല്ല ക്വാളിറ്റിയിൽ വരില്ല. എപ്പോഴും ഞാൻ കറക്റ്റ് ഉറങ്ങി രാവിലെ നേരത്തെ എണീറ്റാണ്ട് വർക്ക് ചെയ്യുമ്പോഴാണ്. അപ്പോൾ രാത്രി വർക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാത്രി എൻഗേജ്മെൻറ്റ്സ് എടുത്തു കഴിഞ്ഞാൽ എപ്പോഴാണ് ഉറക്കം എന്താവും, കൊളായി കഴിഞ്ഞാൽ രാവിലെ എണീക്കണ കൊളാവും. പിന്നെ മൊത്തത്തിൽ എന്താവും, അത് സ്ട്രഗിൾ ചെയ്യും. അത് എൻ്റെ ഔട്ട്പുട്ടിൽ ക്ലിയർലി വിസിബിൾ ആണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചത് എന്ത്, നൈറ്റ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് പ്രൊട്ടക്ട് ചെയ്യേണ്ട ടൈമാണ്. അപ്പോൾ ഞാനപ്പോൾ ഒരു പരിപാടിക്കും ഇല്ല. അപ്പോൾ എന്നെ വിളിക്കുകയാണെങ്കിലും പരിപാടിക്ക് വിളിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോൾ ചായ കുടിക്കാൻ വിളിക്കുകയാണെങ്കിലോ, അല്ലെങ്കിൽ ഫുഡ് കഴിക്കാൻ വിളിക്കുകയാണെങ്കിലോ ഒക്കെ. ഇപ്പോൾ എൻ്റെ പഴയ ഹൈസ്കൂളിലുള്ള ഫ്രണ്ട്സിനായിട്ട് ഞങ്ങളൊരു മീറ്റപ്പ് ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത്. ഞങ്ങൾ കുറേ കാലമായി കണ്ടിട്ട്, വർഷങ്ങളായി. പക്ഷെ എന്നാലും ഞാൻ എന്താ പറഞ്ഞത്, ആ ഡിന്നർ കഴിക്കാനുള്ള ടൈം ആയപ്പോൾ എനിക്കറിയാം ഞാൻ നേരത്തെ ഡിന്നർ കഴിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ വൈകി കഴിച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഉറങ്ങാൻ പറ്റില്ല എന്നുള്ളത്. അപ്പോൾ ഓലയും കൂട്ടിയിട്ട് നേരത്തെ ഡിന്നർ കഴിക്കാൻ പോയി. എന്നിട്ട് പിന്നെ ഏകദേശം ഒരു 9 മണി ആയപ്പോത്തിനും, മാക്സിമം നേരത്തെ കഴിക്കേണ്ടതായിരുന്നു, പക്ഷേ അത്രയും കാലം കഴിഞ്ഞിട്ടാണ് കാണുന്നത്. അപ്പോൾ 9 മണി ആയപ്പോത്തിന് എന്ത് ചെയ്തു, രാത്രി ഞാൻ പറഞ്ഞത് നമുക്ക് 10 മണിക്ക് കിടക്കണം, അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ. അപ്പോൾ ഓല അത് റെസ്പെക്ട് ചെയ്തു, നമ്മൾ വൈൻഡപ്പ് ചെയ്തു, നമ്മൾ മീറ്റിംഗ് വൈൻഡപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻറ്റേർണൽ ടീം ആണെന്നുണ്ടെങ്കിലും ഓല ഡിസിഷനെ റെസ്പെക്ട് ചെയ്തു. അതുപോലെ തന്നെ എൻ്റെ അതർ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും, ഇപ്പോൾ ഉള്ള ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ഓക്കെ രാത്രി വേണ്ട, നമുക്ക് വൈകുന്നേരം അങ്ങനെയൊക്കെ രീതിയിൽ കാണാമെന്നുള്ള രീതിയിൽ ആ ഒരു ഡിസിഷനെ റെസ്പെക്ട് ചെയ്തു.
അപ്പോൾ നിങ്ങളങ്ങനെ പറയേണ്ടി വരും. കാരണം ആ ഒരു ടൈം ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളെ മനസ്സിലാക്കുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ ഓലത് മനസ്സിലാക്കും, ഓലത് റെസ്പെക്റ്റ് ചെയ്യും. ക്ലിയർലി എനിക്ക് ഈ ടൈമിൽ അവൈലബിൾ ആകാൻ പറ്റില്ല, അവിടെ എനിക്ക് ഫോക്കസ് ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ആൾക്കാരാണെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്യും. ഇനി ഓലത് റെസ്പെക്റ്റ് ചെയ്യണില്ല, ഓല് നിങ്ങളെ കളിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ദേ ആർ നോട്ട് യുവർ ഫ്രണ്ട്സ് ഇൻ ദ ഫസ്റ്റ് പ്ലേസ്. ഓല് നിങ്ങളെ ഗ്രോത്ത് ആഗ്രഹിക്കുന്ന ആൾക്കാരല്ല, ഓൽക്ക് ഓല കാര്യം നടന്നാൽ മതിയാവും. ഇനി 9ാമത്തെ റൂളാണ് റൂൾ നമ്പർ 9, ഡു നോട്ട് ഐസൊലേറ്റ് യുവർ സെൽഫ്. ഞാൻ പറഞ്ഞത് റൂൾ നമ്പർ 8 ഫ്രണ്ട്സിനോട് നമ്മൾ അവൈലബിൾ അല്ല എന്ന് പറയാമെന്ന് പറഞ്ഞു. എന്ന് കരുതി നമ്മൾ ഓൽക്ക് ഒരിക്കലും ടൈം കൊടുക്കണം, അല്ലെങ്കിൽ ഓരോപ്പം ടൈം സ്പെൻഡ് ചെയ്യേണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. എത്ര ലോക്ക്ഡിനാണെന്നുണ്ടെങ്കിലും ഒരു റൂൾ ഞാൻ എന്തായാലും കീപ്പ് ചെയ്യുന്നു പറഞ്ഞല്ലോ, ബി ഫിസിക്കലി ആക്റ്റീവ്. അതുപോലെ തന്നെ ആൾക്കാരൊപ്പം ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ കൺഫ്യൂസ് ആയി ഇവൻ അതും പറയണു ഇതും പറയണം എന്നുള്ള രീതിയിൽ. സംഭവം അതല്ല. നമ്മളെ മെൻ്റൽ ഹെൽത്തിനാണെന്നുണ്ടെങ്കിലും നമ്മളെ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കുറക്കാനാണെന്നുണ്ടെങ്കിലും ആ ഒരു ഇമോഷണൽ റെഗുലേഷൻ ആണെങ്കിലൊക്കെ മനുഷ്യന്മാരെന്ന് പറയുന്നത് ശരിക്കും എന്താണ്, സോഷ്യൽ ക്രീച്ചേഴ്സാണ്. എങ്ങനെയാണോ ഫിസിക്കൽ ആക്ടിവിറ്റി ഇമ്പോർട്ടൻ്റ് ആണ് ഞാൻ പറഞ്ഞത്, അതുപോലെ തന്നെ ഒരു സോഷ്യൽ ടൈമും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ സംബന്ധിച്ച് ഞാനൊരു ഇൻട്രോവേർട്ടഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര രീതിയിൽ സോഷ്യൽ ടൈം കൊടുത്തു കഴിഞ്ഞാൽ അത് എനിക്ക് ടാക്സിങ്, എനിക്ക് അത്രയും എനർജി കുറയുക ചെയ്യുക, അൺകംഫർട്ടബിളാണ്. പക്ഷേ കുറച്ച് നേരം എനിക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരൊപ്പം സ്പെൻഡ് ചെയ്യുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പറയണത് നമ്മളെ ഫ്രണ്ട്സിൻ്റെ മീറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റൂട്ടീനെയോ വർക്കിനെയോ സാക്രിഫൈസ് ചെയ്യാത്ത രീതിയിലുള്ള നമുക്ക് ചെയ്യാൻ പറ്റുമല്ലോ, ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ. അപ്പോൾ എൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ എനിക്ക് നൈറ്റ് ടൈം ഓലപ്പോൾ സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൂ, പക്ഷേ ഈവനിങ് എനിക്ക് പ്രശ്നമല്ല. അപ്പോൾ ഈവനിങ് ഞാൻ ഇറങ്ങും, ഈവനിങ് ഓലും ഇറങ്ങും, മനസ്സിലാവും. അപ്പോൾ നമ്മളെ മെയിൻ പ്രയോറിറ്റി എന്താണോ അതിനെ സാക്രിഫൈസ് ചെയ്യാത്ത രീതിയിൽ ഹെൽത്തി രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, സോഷ്യൽ ടൈം കൊടുക്കാം, സോഷ്യൽ ടൈം ഗെയിൻ ചെയ്യാം. ആ ഒരു കാര്യങ്ങളും സംഭവങ്ങളൊക്കെ നമുക്ക് ഭയങ്കര രീതിയിൽ റിലാക്സേഷനും മെൻ്റൽ ഹെൽത്തിനൊക്കെ ഭയങ്കര രീതിയിൽ ഉപകാരപ്പെട്ടൊരു സംഭവമാണത്. അപ്പോൾ ഒരിക്കലും ലോക്കിൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആരും മൈൻഡ് ചെയ്യാതെ ഒറ്റയ്ക്ക് റൂമിൽ അടച്ചിട്ടാണ് ഡിപ്രസ്ഡ് ആയിക്കാണ്ട് ഉത്തർക്കുക എന്നല്ല എൻ്റെ അർത്ഥം. ഇനി ലാസ്റ്റത്തെ റൂളാണ് റൂൾ നമ്പർ 10, ഡിസൈഡ് യുവർ വർക്ക് സീസൺ ആൻഡ് റെസ്റ്റ് ടൈം. ഇപ്പോൾ പല ആൾക്കാരും ഞാൻ 9 to 5 വർക്ക് ചെയ്യുന്ന പോലെ പ്രത്യേകിച്ച് ശ്രദ്ധിക്കൽ, കാരണം ഞാൻ അങ്ങനെ വർക്ക് ചെയ്ത ആളാണ്. അപ്പോൾ എനിക്കറിയാം എൻ്റെ ഒപ്പമുള്ളവരൊക്കെ ശനിയോ ഞായറോ ആവാൻ വേണ്ടിയിട്ട് കാത്തു കയറിക്കും. നോർമൽ ഓഫീസാണെന്നുണ്ടെങ്കിൽ ഞായറാഴ്ച ആവാൻ വേണ്ടിയിട്ട് കാത്തു കയറിക്കും, അല്ലെങ്കിൽ ഇടയിൽ എന്തെങ്കിലും ലീവ് വരാൻ വേണ്ടിയിട്ട് ഭയങ്കര രീതിയിൽ വെയിറ്റിംഗ് ആയിരിക്കും. ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ എങ്ങനെയെങ്കിലും ഈ പണി തീർത്താൽ മതി എന്നുള്ള രീതിയിലാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ രീതിയിൽ വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് മെയിനായിട്ട് എന്താ വെച്ചാൽ അതൊരാൾ സ്വന്തം ബിസിനസ് ചെയ്യുമ്പോൾ ഭയങ്കര രീതിയിൽ ഡെഡിക്കേറ്റഡ് ആയിരിക്കും. വേറെ ആൾക്കാർ ഇതിലാണ് വർക്ക് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും അല്ലെങ്കിൽ ഒരു മേജർ ആൾക്കാർക്കും ഡെഡിക്കേഷൻ കുറവുണ്ടാവും, അല്ലെങ്കിൽ കുറച്ച് ആൾക്കാരിൽ ഡെഡിക്കേഷൻ കുറവുണ്ടാവും. കാരണം ഞാൻ അങ്ങനെ ഒരാളായിരുന്നു. അപ്പോൾ നമ്മളെന്ത് ചെയ്യും, എങ്ങനെയെങ്കിലും മിനിമലി നമുക്ക് വന്ന വർക്ക് നമ്മൾ തീർത്താൽ മതി, പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാനുള്ള രീതിയിലേക്കാണ് ചിന്തിക്കേണ്ടാവാം. എങ്ങനെയെങ്കിലും അതിന് എസ്കേപ്പ് ചെയ്താൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ ഞാൻ അങ്ങനെയാണ് ചിന്തിച്ചിരുന്നത്. ഓക്കെ, ജെനുവിനായിട്ട് പറയാം, ദാറ്റ്സ് എ മിസ്റ്റേക്ക്. അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മളൊരു വേറെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അതൊരു അന്ന് വന്ന ഒരു മൈൻഡ് സെറ്റ് അങ്ങനെയായിരുന്നു. ഓക്കെ, നമ്മളൊരു സ്വന്തം സംഭവം ആകുമ്പോൾ, എൻ്റെ ഒരു സ്വന്തം സംഭവം ആകുമ്പോൾ ഞാൻ കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ആയിരിക്കും. അതിന് ടൈമോ കാര്യങ്ങളോ ശനിയോ ഞായറോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നമ്മൾ അങ്ങനെ വർക്ക് ചെയ്തിട്ട് ഒരു ശനിക്കോ ഞായറിനോ വേണ്ടി വീക്കെൻഡ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ എപ്പോഴും പ്രൊഡക്റ്റീവാണ്. ഇപ്പോൾ ഒരു മന്ത് നമ്മൾ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്ത് വിചാരിച്ചു, നമ്മൾ വേറെ ഒന്നും നോക്കിയില്ല, കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആണ്, നമ്മൾ വർക്ക് ചെയ്തു. അത് പിന്നെ 2, 3, 4 ദിവസം എന്ത് ചെയ്യണു, കംപ്ലീറ്റ് ബ്രേക്ക് എടുക്കുന്നു. അതായത് ഒരു സേയിങ് ഉണ്ട്, വെൻ യു ആർ അറ്റ് ദ ബീച്ച് ബി അറ്റ് ദ ബീച്ച്, വെൻ യു ആർ അറ്റ് ദ ഓഫീസ് ബി അറ്റ് ദ ഓഫീസ്. അതായത് നമ്മൾ എൻജോയ് ചെയ്യേണ്ട ടൈമിൽ എന്ത് ചെയ്യുക, കംപ്ലീറ്റ്ലി എൻജോയ് ചെയ്യുക, വർക്ക് ചെയ്യേണ്ട ടൈമിൽ കംപ്ലീറ്റ്ലി വർക്ക് ചെയ്യുക എന്നുള്ള ഇതിൽ. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രൊഡക്ടിവിറ്റി ഉണ്ട്, പകരം ഈ ഇടയിൽ ബ്രേക്ക് എടുത്താണ്ട് വർക്ക് ചെയ്യണേക്കാൾ കൂടുതൽ. സോ അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ആക്ച്വലി ലോക്കിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവും. നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എടുക്കുക. ഇത് കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവാണ്, എൻ്റെ മൈൻഡിൽ വന്ന സംഭവങ്ങളാണ്. അപ്പോൾ ഇത് ഏതൊക്കെയാണോ നിങ്ങൾക്ക് മാച്ച് ആവുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്നത്, ആ രീതിയിൽ എന്ത് ചെയ്യുക. ഇതന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കോപ്പി ചെയ്യണം എന്നല്ല ഞാൻ പറയുന്നത്. സോ ഐ ഹോപ്പ് ദിസ് വീഡിയോ ഇസ് ഹെൽപ്ഫുൾ ഫോർ യു ഗൈസ്. അപ്പോൾ ഇതേപോലുള്ള സംഭവങ്ങൾ നിങ്ങൾക്ക് റീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീഡിയോ ഇടുന്നതിനേക്കാളും മുമ്പ് ഇതിൻ്റെ ഒരു ന്യൂസ് ലെറ്റർ ആയിക്കാണ്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ട് സബ്സ്റ്റാക്കിൽ. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരുന്നത്, ചെക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് റീഡ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ അത് റീഡ് ചെയ്യാം വീഡിയോ വരുന്നതിന് മുമ്പ്. എന്നിട്ട് റീഡ് ചെയ്തിട്ട് വേണമെങ്കിൽ വീഡിയോ വീണ്ടും വാച്ച് ചെയ്യുമ്പോൾ, വീഡിയോ ആയിട്ട് കാണുമ്പോൾ 2 മീഡിയത്തിൽ നിങ്ങൾ കൺസ്യൂം ചെയ്യാനുള്ളൂ. അപ്പോൾ ഈ സംഭവം ഒന്നുകൂടി ക്ലിയർ ആവും. സോ ദാറ്റ്സ് ഇറ്റ്. See you in the next video.